കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തന്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അളന്നു കിട്ടും. നീ സഹോദരൻ്റെ കണ്ണിലെ കരട് കാണുകയും നിന്റെ കണ്ണിലെ തടിക്കഷ്ണം ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? അഥവാ നിന്റെ കണ്ണിൽ തടിക്കഷ്ണം ഇരിക്കെ സഹോദരനോട് ഞാൻ നിന്റെ കണ്ണിൽ നിന്ന് കരടെടുത്ത് കളയട്ടെ എന്ന് എങ്ങനെ പറയും? കപടനാട്യക്കാര, ആദ്യം സ്വന്തം കണ്ണിൽ നിന്ന് തടിക്കഷ്ണം എടുത്തു മാറ്റുക. അപ്പോൾ സഹോദരൻ്റെ കണ്ണിലെ കരടെടുത്ത് കളയാൻ നിനക്ക് കാഴ്ച തെളിയും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോമിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മൾ വായിച്ചു കേട്ട 2 വചനഭാഗങ്ങളും നമ്മളെ പ്രധാനമായിട്ടും ക്രിസ്തീയ ജീവിതത്തിൽ ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ജീവിതങ്ങളായി നമ്മുടെ ജീവിതങ്ങൾ മാറുവാനുമായിട്ടുള്ളൊരു ആഹ്വാനമാണ്. നമ്മൾ വായിച്ചൊരു 1-ാമത്തെ വായനയിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ അബ്രാഹത്തെ വിളിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അബ്രാഹത്തിന് ദൈവത്തെക്കുറിച്ച് യാതൊരു പരിചയമോ അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് ഒരു അറിവോ ഒന്നുമില്ലാതിരുന്ന സമയത്ത് ദൈവം അബ്രാഹത്തെ വിളിച്ചപ്പോൾ അബ്രാഹാം അതിന് ഒരു വലിയ ഒരു സമ്മതം മൂളുന്നത് കാണാൻ പറ്റും. വിശ്വാസികളുടെ പിതാവായിട്ടാണ് അബ്രാഹത്തെ വചനം ചിത്രീകരിക്കുക. കാരണം ഇതുപോലൊരു വലിയ ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത്, അതായത് വിശ്വാസത്തിലൊരു വലിയ എടുത്തുചാട്ടം, ദൈവത്തിലേക്ക് എടുത്തുചാട്ടുവാനായിട്ടുള്ള ഒരു വലിയ ഒരു റിസ്ക് എടുക്കുന്ന ആ അബ്രാഹത്തെ നമുക്ക് വചനത്തിൽ കാണാൻ പറ്റും. കാരണം ഒരു കാര്യം, അത് ഈ ഒരു ദൈവത്തെക്കുറിച്ചോ യഹോവയെക്കുറിച്ചുള്ള ഒരു പരിചയമോ ഒരു അറിവോ ഒന്നുമില്ലാതിരുന്ന സമയത്ത് ദൈവം തരുന്ന പറഞ്ഞ ആ ഒരു വലിയ വാഗ്ദാനത്തിൽ ഉറച്ചു വിശ്വസിച്ചവനാണ് അബ്രാഹാം. അബ്രാഹത്തോട് ദൈവം പറഞ്ഞ കാര്യം, നീ ഒരു അനുഗ്രഹമായിരിക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരും അനുഗ്രഹിക്കപ്പെടും. ഇതൊരു വലിയ വാഗ്ദാനം അബ്രാഹത്തിന് നൽകുകയാണ്. ഈ ഒരു വാഗ്ദാനത്തിൽ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ടാണ് അബ്രാഹാം മുന്നോട്ട് പോകുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതം അബ്രാഹത്തിൻ്റെ ജീവിതം പോലെ തന്നെയാണ്. നമ്മളെല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നമ്മുടെയൊക്കെ ജീവിതം മൂലം നമ്മളും അനുഗ്രഹമായി മാറാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉടനീളം നമ്മൾ കണ്ടുമുട്ടുന്നവർക്കും നമ്മൾ ചെല്ലുന്ന സ്ഥലങ്ങളിലുമെല്ലാം അനുഗ്രഹമായിട്ട് മാറുവാനായിട്ട് നമ്മൾ വിളിക്കപ്പെട്ടവരാണ് എന്നുള്ളത് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മൾ കടന്നു ചെല്ലുന്ന സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളൊക്കെ, ജീവിത പങ്കാളിയോടുള്ള നമ്മുടെ പെരുമാറ്റമായിക്കോട്ടെ, മക്കളോടുള്ള പെരുമാറ്റമായിക്കോട്ടെ, അയൽപ്പക്ക ബന്ധങ്ങളിലൊക്കെ നമുക്കൊരു അനുഗ്രഹമായിട്ട് മാറാനായിട്ട് പറ്റുന്നുണ്ടോ? കാരണം നമ്മൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനതയാണ്. നമ്മൾ വായിച്ചു കേട്ട ഇന്നത്തെ നമ്മുടെ പ്രതിവചന സങ്കീർത്തനത്തിൽ ദൈവം തെരഞ്ഞെടുത്തതും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമായ ജനത എന്തുമാത്രം ഭാഗ്യമുള്ളതാണ്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരുമെങ്കിൽ എന്തുമാത്രം ഭാഗ്യം ചെയ്തവരാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു അനുഗ്രഹമായിട്ട് മാറാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. ഇത് എപ്രകാരം നമുക്ക് ആയിത്തീരാൻ പറ്റും എന്നുള്ളത്, അതിൻ്റെ ഒരു വിശുദ്ധീകരണം നമുക്ക് കാണാൻ സാധിക്കുന്നത് സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോഴാണ്. സുവിശേഷത്തിലെ ഈശോ തൻ്റെ മലയിലെ പ്രസംഗത്തിലൂടെ പറഞ്ഞു വയ്ക്കുന്നൊരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു തിരിച്ചറിവ് നമുക്ക് നൽകുകയാണ്. മനഃശാസ്ത്രമൊക്കെ ഈ അടുത്ത കാലഘട്ടത്തിലൊക്കെ വളരെ ശക്തമായ സാഹചര്യത്തിൽ ഒത്തിരിയേറെ എക്സ്പ്ലനേഷൻസ് ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ക്രിസ്തു വളരെ കൃത്യമായിട്ട് നമ്മുടെയൊക്കെ ജീവിതങ്ങളെ മനസ്സിലാക്കി ആത്മശരീര നൈർമല്യത്തോടെ ജീവിക്കുവാൻ വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈശോയുടെ മലയിലെ പ്രസംഗങ്ങൾ അപ്രകാരമുള്ളതാണ്. നമ്മുടെയൊക്കെ ജീവിതങ്ങൾ അനുഗ്രഹമാകാൻ വേണ്ടി പഴയ നിയമത്തിൻ്റെ നിയമങ്ങളുടെ എല്ലാം ഒരു പൂർണ്ണത വരുന്നത് കർത്താവിൻ്റെ വചനങ്ങളിലൂടെയാണ്. ഈശോ പറയുകയാണ്, നിങ്ങൾ വിധിക്കാൻ പാടില്ല. നിങ്ങൾ വിധിക്കാതെ നിങ്ങളുടെ ജീവിതങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുക. വീണ്ടും പറഞ്ഞു വയ്ക്കുന്ന കാര്യമുണ്ട്, മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുക്കാൻ വേണ്ടി നീ കഷ്ടപ്പെടേണ്ട കാര്യമില്ല. ആദ്യം നിൻ്റെ കണ്ണിലെ തടിക്കഷ്ണം എടുത്ത് മാറ്റേണ്ടതായിട്ടുണ്ട്. നമ്മുടെയൊക്കെ വലിയൊരു പ്രശ്നമാണ്, മറ്റുള്ളവരെല്ലാം നമ്മൾ നന്നാക്കാൻ വേണ്ടി നമ്മൾ ഓടി നടക്കും. എല്ലാവരും നന്നാക്കാൻ വേണ്ടി ഓടി നടക്കും. മറ്റുള്ളവരുടെ ജീവിതത്തിലെ കുറവുകളും കുറ്റങ്ങളും എല്ലാം പൊക്കിപ്പിടിച്ചുകൊണ്ട് എല്ലാവരോടും പറഞ്ഞു നടക്കാനൊക്കെ നമുക്ക് വലിയ ഇഷ്ടമാണ്. കഴിഞ്ഞ ദിവസം സംസാരിച്ച ഒരാൾ പറഞ്ഞു,
രാവിലെ എഴുന്നേറ്റൊന്ന് കുറ്റം പറഞ്ഞില്ലെങ്കിൽ ഒരു സുഖവുമില്ല. നല്ല മഴയൊക്കെ ഉള്ള സമയത്ത് എല്ലാവരുടെയും കുറ്റമൊക്കെ പറയുമ്പോൾ ചെറിയൊരു സന്തോഷം. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറഞ്ഞു തരുന്ന കാര്യം, വചനത്തിലൂടെ പറഞ്ഞു തരുന്ന കാര്യം, മറ്റുള്ളവരുടെ കുറവുകൾ കാണുന്നത് ആദ്യം നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നോക്കി മാറ്റങ്ങൾ ആരംഭിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്നാണ്. നമുക്ക് മാറ്റം വരാതെ നമ്മുടെ ചുറ്റുമുള്ളവർക്കോ നമ്മുടെ സമൂഹത്തിനൊന്നും മാറ്റം ഉണ്ടാകത്തില്ല. അപ്പോൾ ഈ ഒരു വലിയ ഒരു തത്വം ഈശോ പഠിപ്പിക്കുക. അതായത് നമ്മുടെ ജീവിതത്തെ എന്തുമാത്രം വിശുദ്ധീകരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ, എന്തുമാത്രം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നു, അത്രമാത്രം നമ്മുടെ ചുറ്റുമുള്ളവരെ നമുക്ക് മനസ്സിലാക്കാനും പരിഗണിക്കാനും സ്നേഹിക്കാനൊക്കെ പറ്റും. ഒത്തിരിയേറെ ആളുകൾ പറയാറുണ്ട്, എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാൻ പറ്റുന്നില്ല, അവരുടെ കുറവുകൾ കണ്ടിട്ട് ഒരിക്കലും എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്ന ഒത്തിരിയേറെ ആളുകളുണ്ട്. കാരണം എന്താ? നമ്മളെ തന്നെ അംഗീകരിക്കാൻ നമുക്ക് സാധിക്കാതെ പോയിട്ടുണ്ട്. വചനം നമ്മളെ വീണ്ടും ശക്തമായിട്ട് ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ്, നീ ഒരു അനുഗ്രഹമാകാൻ വേണ്ടി വിളിക്കപ്പെട്ടതാണ്. നമ്മുടെയൊക്കെ ജീവിതങ്ങൾ അനുഗ്രഹമാകണമെന്നുണ്ടെങ്കിൽ ദൈവത്തോട് ചേർന്ന് ജപിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. സുവിശേഷത്തിൻ്റെ കണ്ണാടിയിലൂടെ നമ്മുടെ ജീവിതങ്ങളെ ദർശിച്ച് ആത്മശരീര നൈർമല്യത്തോടെ ദൈവത്തോടൊപ്പം നടക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹമായിട്ട് മാറുന്നത്. വചനത്തിലുടനീളം കാണുന്ന ഓരോ വ്യക്തികളെയും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ദൈവത്തോട് വിശ്വസ്തയോടെ ചേർന്ന് നിന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടു. അവരുടെ സാന്നിധ്യം പോലും ഒരു വലിയ അനുഗ്രഹമായിട്ട് മാറി. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പരിശുദ്ധ കുർബാനയിൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. ഈശോയുടെ തിരുശരീരവും തിരുരക്തവും നമ്മൾ സ്വീകരിക്കുമ്പോൾ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നു. നമ്മൾ മറ്റൊരു ക്രിസ്തുവായിട്ട് മാറുകയാണ്. ഇനി നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട്, ചലിക്കുന്ന സക്രാരിയായിട്ട് നമ്മുടെ ജീവിതങ്ങളിൽ മാറുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് വേണ്ട കൃപയും അഭിഷേകവും ഈ പരിശുദ്ധ കുർബാനയിൽ നമുക്ക് യാചിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.